ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദങ്കി നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാവാം എന്നാണല്ലേ ഒന്നാമത്തെ ചോദ്യം. മാതങ്കി നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാവും? ഭിക്ഷു ആര്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. അവൾ നീചനാരിയാണെന്ന് ചെറുപ്പം മുതലേ കേൾക്കുന്നത് കൊണ്ട്. മനുഷ്യരെല്ലാം ഒരു ജാതിയിൽ പിറന്നവരാണെന്ന് ഭിക്ഷു വിശ്വസിക്കുന്നത് കൊണ്ട്. സമൂഹത്തിൽ കൊടിയ ജാതീയത നിലനിൽക്കുന്നത് കൊണ്ട്. അപ്പൊ എന്താണ് മാതങ്കി നീചനാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അതെ, ഭിക്ഷു ആര്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലേ. ഓക്കെ, അപ്പം ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്. ഭിക്ഷു ആര്യനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നീ നിന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. അടിവരയിട്ട പദത്തെ ശരിയായി വിഗ്രഹിച്ചെഴുതുക. സുഹൃതഹാരങ്ങൾ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതെങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുക? സുഹൃതങ്ങളാൽ ഉള്ള ഹാരം, സുഹൃതങ്ങളുടെ ഹാരം, സുഹൃതങ്ങളും ഹാരവും, സുഹൃതത്തിന്റെ ഹാരം. ഏതാണ് ആൻസർ? സുഹൃതങ്ങളാൽ ഉള്ള ഹാരം എന്നാണ് അല്ലേ. സുഹൃതങ്ങളാൽ ഉള്ള ഹാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടുള്ളത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാൻ എന്തിനെ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നൊസ്സുണ്ടോ? പാൽക്കാരന്റെ വാക്കുകളിൽ സൂചിതമാകുന്ന ഭാവം എന്താണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പ്രതിഷേധം, സങ്കടം, സന്തോഷം, ദേഷ്യം. ഏതാ കൂട്ടുകാരെ? അതെ, പ്രതിഷേധമാണല്ലേ. ആൻസർ പ്രതിഷേധം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമ്മ എന്ന കഥയിലെ ടാക്സി ഡ്രൈവർ എന്ന കഥാപാത്രത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? സ്വാർത്ഥത, നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ പ്രവർത്തനം, മാനുഷികമായ പ്രവർത്തനം, സഹഭാവം. അപ്പൊ ഇവിടെ നോക്കിക്കേ, യോജിക്കാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ യോജിക്കാത്തത് ഏതാണ്? അതെ, സ്വാർത്ഥതയാണ് അല്ലെ. സ്വാർത്ഥത. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. ബഷീറിന്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഏത് കൃതിയെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബഷീർ കൃതികൾ കൊടുക്കുന്നുണ്ട്. പാത്തുമ്മായുടെ ആട്, ബാല്യകാലസഖി, മതിലുകൾ, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതാണ് ഇവിടെ പരാമർശിക്കുന്ന കൃതി? ഏതാണ്? പാത്തുമ്മായുടെ ആടാണല്ലേ. പാത്തുമ്മായുടെ ആട്. നെക്സ്റ്റ് നോക്കാം. 6, 7 എന്നീ ചോദ്യങ്ങളിൽ ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ള. ആറാമത്തെ ചോദ്യം നോക്കാം. ഒരു ഊരുചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക? ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. എന്തുകൊണ്ടായിരിക്കും ബഷീർ ഈ ബഹളത്തിന് നടുവിൽ പ്രശാന്തത തേടുന്നെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം? പ്രകൃതിയിൽ നിരവധി ജീവജാലങ്ങളിൽ ഒരംഗം മാത്രമാണ് താൻ എന്ന തിരിച്ചറിവ് ആർക്കുണ്ടായിരുന്നു? ബഷീറിന് ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അത് ജീവിതത്തെ കൂടുതൽ ശാന്തവും സുന്ദരവുമാക്കുമെന്ന് കരുതിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലേ അദ്ദേഹം ഈ ബഹളത്തിന് നടുവിൽ പ്രശാന്തത തേടുന്നത്. ഒരിക്കലും നോക്കിക്കേ, ഏഴാമത്തെ ചോദ്യം. മാതങ്കിയോട് കുടിനീർ പാത്രമാണ് താൻ ചോദിക്കുന്നതെന്ന് ഭിക്ഷു പറയുന്നതിന്റെ പൊരുൾ എന്തായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പൊരുൾ എന്താണ്? മനുഷ്യരെല്ലാം ഒരു ജാതിയിൽ പെട്ടവരാണെന്ന് ബുദ്ധഭിക്ഷുക്കൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. അപ്പൊ മാതങ്കിക്ക് എന്താണ്? ജാതിയുടെ വ്യത ബോധ്യപ്പെടുന്നു. ഭിക്ഷു അവളെ സഹോദരിയായി കാണുന്നു. ഉപാധികളില്ലാത്ത മനുഷ്യ സാഹോദര്യമാണല്ലേ ഇവിടെ തെളിയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, 8, 9, 10 എന്നീ ചോദ്യങ്ങളിൽ 2 ഉത്തരം എഴുതുക. 4 മാർക്ക് വീതമാണല്ലേ. 2, 4, 8 മാർക്കാണ് അങ്ങനെ മൊത്തം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. 8ാമത്തെ ചോദ്യം. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് ദാശുനി. അടിവരയിട്ട പദത്തിന്റെ പ്രയോഗം കാവ്യഭാഷയ്ക്ക് ഭംഗി കൂട്ടുന്നതിൽ എത്രത്തോളം സഹായിക്കുന്നുണ്ടെന്ന് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ബുദ്ധഭിക്ഷുക്കൾ എങ്ങനെയാ നമുക്കറിയാം. ആഹാരപാനീയങ്ങൾ എന്ത് ചെയ്യാണ്? ഭിക്ഷയായി സ്വീകരിക്കുന്നവരാണല്ലേ.
ഭിക്ഷ കൊടുക്കൽ എന്താണ്? കാരുണ്യമാണ്. മാതങ്കിയുടെ ഉള്ളിലുള്ള കൃപാരസം ആനന്ദ ഭിക്ഷുവിന്റെ ദാഹം ശമിപ്പിക്കുമെന്ന സൂചന. കാരുണ്യം ബുദ്ധദർശനത്തിന്റെ അടിസ്ഥാന ഭാവമാണ്. നീചനാരി ആയതിനാൽ ഉയർന്ന ജാതിക്കാർക്ക് അശുദ്ധി ഉണ്ടാവേണ്ടത് നോക്കേണ്ടത് അവരുടെ കർമ്മമാണ്. അങ്ങനെ കരുതാതെ തന്നോട് കാരുണ്യം കാണിക്കണമെന്നാണ് ഭിക്ഷു ആവശ്യപ്പെടുന്നത്. വിശപ്പിന്റെയും ദാഹത്തിന്റെയും മുന്നിൽ ജാതി മതങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടണമെന്ന് കരുതിയാണ് ജലം പകർന്ന് ഭിക്ഷുവിന്റെ ദാഹം തീർക്കാൻ മാതങ്കി തീരുമാനിച്ചതല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു അടിവരയിട്ടിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ പ്രയോഗ ഭംഗി കാവ്യഭാഷയും ഭംഗി കൂട്ടുന്ന എത്രത്തോളം സഹായിക്കുന്നുണ്ടെന്നൊരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇതിൻ്റെ 9ാമത്തെ ചോദ്യം. അമ്മ എന്ന കഥയിലെ ബോലേറാം മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറിപ്പ് നോക്കാം. മനുഷ്യത്വം പൂർണ്ണമായും നശിച്ചിട്ടില്ലാത്ത കുറച്ചു പേരെങ്കിലും എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അമ്മ എന്ന കഥയിലെ പാൽക്കാരനും ടാക്സി ഡ്രൈവറുമൊക്കെ ഇതിലുദാഹരണങ്ങളാണ്. കാർ തട്ടി ചോര വാർന്നൊലിച്ച് നടുറോഡിൽ കിടക്കുന്ന വൃദ്ധയായ സ്ത്രീയെ ബോലേറാം കാണുന്നു. പാൽ വിതരണം നടത്തുന്ന ബോലേറാം സൈക്കിൾ നിർത്തിയിട്ട് ഓടി വന്ന് എന്തുപറ്റി അമ്മയെന്ന് ചോദിച്ച് ആ വൃദ്ധയെ താങ്ങിയിരുത്തി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകുന്നു. തൻ്റെ പാൽ വിതരണം മുടങ്ങാതിരിക്കാതിനു വേണ്ടി അടുത്തുള്ള ഒരു ടാക്സിക്കാരനെ വിളിച്ച് ആ അമ്മയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറയുന്നു. അതിനു വേണ്ട പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ടാക്സിക്കാരൻ വേണ്ടെന്ന് പറയുന്നു. തുടർന്ന് വൃദ്ധയെ ആശുപത്രിയിൽ എത്തിച്ച് രോഗീ പരിചരണത്തിനു ശേഷം വീട്ടിൽ കൊണ്ടുവിടുന്നു. സഹഭാവം അതിരറ്റ ആഹ്ലാദവും ആത്മസംതൃപ്തിയും പകരുന്ന മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ്, ത്യാഗനിർഭരമായി അവർക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യത നേടുന്നത്. ഇത്തരം ജീവിത മൂല്യങ്ങൾ വ്യാപിക്കുമ്പോഴാണ് മാനവികതയുടെ ഉയർന്ന തലങ്ങളിലേക്ക് സമൂഹം എത്തുന്നത്. മനുഷ്യരെ മാത്രമല്ല, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം. പ്രശാന്തമായ മനസ്സോടെ അവർക്കിടയിൽ അവരിലൊരാളായി ജീവിക്കാൻ കഴിയണം. ബോലാറാമിനെ പോലുള്ളവരുടെ മനോഭാവങ്ങളും മൂല്യങ്ങളും ലോകജീവിതത്തെ കൂടുതൽ പ്രതീക്ഷാനിർഭരവും പ്രകാശപൂർണവുമാക്കുന്നു. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. ബഷീർ കൃതികളുടെ രചനാ സവിശേഷതകളെക്കുറിച്ച് പാത്തുമ്മയുടെ ആടിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറിപ്പ് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അതിമനോഹരമായ കൊച്ചു നോവലാണ് പാത്തുമ്മയുടെ ആട്. ആത്മകഥാംശമുള്ളവയാണ് അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കൃതികളും. എങ്കിലും തന്റെ കുടുംബത്തിന്റെ കഥ മുഴുവനായി ഈ നോവലിൽ ചിത്രീകരിക്കുന്നു. കഥയും കഥാപാത്രങ്ങളും വായനക്കാർക്ക് അപരിചിതമായി തോന്നുകയില്ല. വളരെ നിസ്സാര സംഭവങ്ങൾ പോലും അത്യാകർഷകമായി ആവിഷ്കരിക്കാനുള്ള കഴിവ് ബഷീറിനുണ്ട്. പാത്തുമ്മയുടെ ആട് പ്രസവിക്കാൻ പോകുന്നു എന്ന വാർത്ത കഥാനായകനിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ ഇതിനുദാഹരണമാണ്. നർമ്മം വാരി വിതറുന്നതാണ് ബഷീറിന്റെ രചനാശൈലി. ആസ്വാദകരെ ചിരിപ്പിക്കത്തക്ക പല സന്ദർഭങ്ങളും അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. വിദ്യാർത്ഥിനികൾ കൗതുകത്തോടെ കഥാനായകനെ നോക്കുന്നതായി അദ്ദേഹം പറയുന്നതും അവസാനം അത് ചാമ്പങ്ങ ആയിരുന്നുവെന്ന സത്യം വെളിവാക്കുന്നതും പൊട്ടിച്ചിരിക്ക് വക നൽകുന്നവയുമാണ് ലളിതമായ വാക്യങ്ങൾ. വാമൊഴിയുടെ കരുത്തും ഭംഗിയും സരള മനോഹരമായ ആഖ്യാന രീതിയും ബഷീർ കൃതികളുടെ രചനാ സവിശേഷതകളിൽ പെടുന്നു അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ബഷീർ കൃതികളുടെ രചനാ സവിശേഷതകളെക്കുറിച്ച് പാത്തുമ്മയുടെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുക? അതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നോക്കൂ. 11, 12 എന്നീ ചോദ്യങ്ങൾ ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 11ാമത്തെ ചോദ്യം നോക്കാം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്ന ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അല്ലെ. നെക്സ്റ്റ് അക്കിത്തം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. നളിനി കുമാരനാശാൻ. ഈ വരികളിൽ തെളിയുന്ന തരത്തിലുള്ള ആഹ്ലാദവും ആനന്ദവും അമ്മ എന്ന കഥയിലെ ബോലേറാം എന്ന കഥാപാത്രം അനുഭവിക്കുന്നുണ്ടാവുമോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മാനുഷിക മൂല്യങ്ങളുടെ മഹത്വമാണ് വരികളിലും കഥാപാത്രത്തിലും കാണാൻ കഴിയുന്നത്. മനുഷ്യ മനസ്സിൽ നന്മയും സഹാനുഭൂതിയും നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ്? ഭൂമിയിൽ സമാധാനം നിലനിൽക്കുമല്ലേ. സഹജീവികളുടെ ദുഃഖത്തിൽ വേദനിച്ച്
കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഹൃദയത്തിൽ നന്മയുടെ സൂര്യൻ ഊർജ്വലമായി പ്രകാശിക്കും. മനസ്സിനുള്ളിലെ ഇരുട്ട് നീങ്ങും. തിരിച്ചറിവിൻ്റെ എല്ലാ മേഖലകളും ഏറെ പ്രശോഭിതമാവും. മറ്റുള്ളവർക്കായി ഒരു ചെറുപുഞ്ചിരി ചെലവഴിക്കുമ്പോഴാകട്ടെ സൗഹൃദം ശക്തമാവുകയും ഹൃദയബന്ധം ദൃഢമാവുകയും ചെയ്യും. മനസ്സ് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പൂർണ്ണചന്ദ്രനാകും ഉദിച്ചു നിൽക്കുക. അന്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും അവരോടുള്ള സ്നേഹത്തോടെ ഇടപെടുമ്പോഴുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഇവ രണ്ടും മനുഷ്യ ജീവിതത്തെ വിശാലവും മഹത്തരവുമാക്കി മാറ്റും. മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുക, പങ്കുചേരുക, പരിഹരിക്കാൻ ശ്രമിക്കുക, ഇവയൊക്കെ മാനവിക മൂല്യങ്ങളാണ്. വിവേകികൾ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിനിയോഗിച്ച് കൃതാർത്ഥരാകുന്നു. വരികളിൽ പറയുന്ന തരത്തിലുള്ള ആഹ്ലാദവും ആനന്ദവുമാണ് ബോലേറാം അനുഭവിച്ചത്. തികച്ചും നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ പ്രവർത്തനം. കാർ തട്ടി റോഡിൽ വീണുകിടന്ന വൃദ്ധയെ പാൽക്കാരൻ രക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം അവരോട് സംസാരിക്കുന്നു. അമ്മയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ മനസ്സിന് ആശ്വാസമാകുന്നു. തുടർന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ബോലേറാം മാത്രമല്ല, ഡോക്ടറുടെയും ടാക്സി ഡ്രൈവറുടെയും സ്നേഹാർദ്രമായ സമീപനവും ആ വൃദ്ധയ്ക്ക് ആശ്വാസം പകരുന്നതായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കിക്കേ, ആസ്വാദന കുറിപ്പാണ് അല്ലേ. വികസനം. വീട് ഉയരും മുമ്പേ മതിലുയരുന്നു. വീട്ടുകാരനെ കാണാൻ മുമ്പേ കാവൽപ്പട്ടി കുരച്ചു ചാടുന്നു. പെണ്ണ് ചോദിക്കും മുമ്പേ ഭൂമിയുടെ വിസ്തീർണം തിരക്കുന്നു. മാസശമ്പളത്തിൽ അക്കങ്ങൾ എത്രയെന്ന് തിരക്കുന്നു. നാം ഇങ്ങനെ വികസിച്ചാൽ നാളെ നാടെന്താവും? പവിത്രൻ തീക്കുനി അല്ലേ. അപ്പം ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ആധുനിക കവികളിൽ ശ്രദ്ധേയനായ പവിത്രൻ തീക്കുനിയുടെ വികസനം പച്ചയായ ജീവിത യാഥാർത്ഥ്യം ഉദ്ഘോഷിക്കുന്ന കവിതയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉപയോഗിച്ചു കേൾക്കുന്ന ദുരുപയോഗം ചെയ്യുന്ന വാക്കായി വികസനം മാറിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് വികസനത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്ന് ചിലരുടെ സ്വാർത്ഥതയും സുഖ സൗകര്യങ്ങളും സമ്പത്തും മാത്രമാണ് വികസിക്കുന്നതെന്ന് നമുക്ക് കാണാം. വീടുയരും മുമ്പ് സ്വാർത്ഥതയുടെ മതിലാണ് ഉയരുന്നത്. കാവലിന് കുതിച്ചു ചാടുന്ന നായും ആളെ നോക്കിയല്ല സമ്പത്ത് നോക്കിയാണ് പെണ്ണന്വേഷിക്കുന്നത്. ഭൂസ്വത്തും ശമ്പളവും മറ്റുമാണ് പ്രധാനം. സ്നേഹത്തിനും സഹവർത്തിത്തിനും സത്സ്വഭാവത്തിനും മറ്റും ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. പണത്തിനും പ്രതാപത്തിനും അടിസ്ഥാന മഹിമയ്ക്കുമാണ് ഇന്ന് സമൂഹത്തിൽ പ്രമുഖ സ്ഥാനം. നാടിൻ്റെ ഈ അവസ്ഥയിൽ ആശങ്കപ്പെടുകയാണ് കവി. അലങ്കാരങ്ങളോ വളച്ചുകെട്ടോ ഇല്ലാതെ വസ്തുതകളെ യഥാതഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് ആധുനിക മതം കൈക്കൂലി വാങ്ങാത്തവനെയും അഴിമതി നടത്താത്തവനെയും പിടിപ്പില്ലാത്തവരായി കാണുന്ന സമൂഹം അവിടെ മറ്റുള്ളവരുടെ കണ്ണീരിനോ സങ്കടങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. മതില് കെട്ടി നായയെ വളർത്തി സുരക്ഷിതമാക്കുന്നത് സ്വാർത്ഥതയുടെ അങ്ങേയറ്റമാണ്. നമ്മുടെ യഥാർത്ഥ മുഖത്തിനു നേരെ നിവർത്തിപ്പിടിച്ച കണ്ണാടിയാണ് നമ്മിലേക്കു തന്നെ നോക്കാൻ പഠിപ്പിക്കുന്ന കവിതയാണ് പവിത്രൻ തീക്കുനിയുടെ വികസനം. മനസമാധാനത്തോടെ ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരിടമായി നമ്മുടെ നാട് മാറും എന്ന പ്രവചനം ഈ കവിതയിൽ നിശബ്ദമായി മുഴങ്ങി കേൾക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കവിതയ്ക്ക് ഇതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.